താലമാനം അഥവാ താലപ്രമാണം എന്ന് പറയുന്നത് എന്താണ്? ഇത് അറിയുന്നവർക്ക് യഥാർത്ഥത്തിൽ ഇത് പറഞ്ഞു കൊടുക്കാൻ ചെറിയൊരു പ്രയാസം ഉണ്ടാവും. അതുപോലെ തന്നെ ഇത് അറിയാത്തവരെ കാര്യമാണെങ്കിൽ അവർക്ക് ഇത് കേൾക്കുമ്പോൾ ചിലപ്പം കൺഫ്യൂഷനായി തോന്നും. അങ്ങനെയുള്ളൊരു കാര്യമാണ് ഈ താലമാനം അല്ലെങ്കിൽ താലപ്രമാണം എന്ന് പറയുന്ന സംഭവം. അതുകൊണ്ട് തന്നെ പലർക്കും ഇതിനെക്കുറിച്ച് കൺഫ്യൂഷൻസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു കൺഫ്യൂഷൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരൊറ്റ മിനിറ്റ് കൊണ്ട് തീർക്കാൻ പറ്റുന്ന കാര്യമാണ്. എന്താണ് ഈ സംഭവം എന്ന് കൃത്യമായി മനസ്സിലാക്കി കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ ചുമർചിത്രങ്ങൾ സ്വന്തമായി വരയ്ക്കാൻ സാധിക്കും. അതാണ് ഈ താലമാനം കൊണ്ടുള്ള ഒരു ഗുണം. പുരാതന ഭാരതത്തിലെ കലാകാരന്മാർ അടിസ്ഥാന പ്രമാണമായി അംഗീകരിച്ചിരുന്ന ഒരു അനുപാതമാണ് താലമാനം. അനുപാതം, അതായത് ഇതിൻ്റെ അളവ് എന്ന് പറയുന്നത് 1 സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ 1 മീറ്റർ അല്ലെങ്കിൽ 1 ഇഞ്ച് എന്ന് പറഞ്ഞ ഒരു സ്ഥിരമായിട്ടുള്ള ഒരളവല്ല. ഇതിങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ഇതൊരു അനുപാതമാണ്. ഉദാഹരണത്തിന് ഇതൊരു 12 ഇഞ്ചിൻ്റെ സ്കെയിലാണ്. ഈ ഒരു 12 ഇഞ്ച് സ്കെയിൽ വെച്ചിട്ട് നമുക്ക് എന്താണ് താലം അല്ലെങ്കിൽ അതുപോലെ തന്നെ അങ്കുലം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കാം. ഇപ്പം നവതാലം, ദശതാലം, അഷ്ടതാലം, പഞ്ചതാലം, ഇങ്ങനെ കുറേ താലങ്ങളിലാണ് ഓരോ രൂപങ്ങൾ വരയ്ക്കുക. അതുപോലെ തന്നെ ശില്പങ്ങൾ ഉണ്ടാക്കുക. അപ്പോൾ ഇതിന് എടുക്കുന്ന ഒരു അളവാണ് ഈ താലപ്രമാണം എന്ന് പറയുന്നത്, ഈ താലമാനം എന്ന് പറയുന്നത്. അത് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ നമ്മൾ നിർമ്മിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ആവിഷ്കരിക്കുന്ന രൂപത്തിൻ്റെ മുഖത്തിൻ്റെ അളവ്, അതായത് ഉദാഹരണത്തിന് ഇപ്പോൾ ഈ ഒരു നെറ്റിയുടെ ഈ മുകളറ്റം മുതൽ ഈ താടിയുടെ അറ്റം വരെയുള്ള ഈ ഒരു ദൂരത്തെയാണ് ഒരു താലായിട്ട് കാണുന്നത്. അപ്പോൾ നമ്മുടെ ചിത്രത്തിൻ്റെ, നമ്മൾ വരയ്ക്കാൻ പോകുന്ന ഒരു ചിത്രത്തിൻ്റെ നെറ്റിയുടെ മുകളറ്റം മുതൽ താടിയുടെ അറ്റം വരെയുള്ള ദൂരം 12 ഇഞ്ചാണ് എന്ന് നമ്മൾ കണക്കാക്കുകയാണെങ്കിൽ ഇതാണ് 12 ഇഞ്ചാണ് ഒരു താലായിട്ട് നമ്മൾ കണക്കാക്കുന്നത്. അതേ സമയത്ത് നമ്മൾ 12 ഇഞ്ച് വേണ്ട, നമുക്കൊരു 6 ഇഞ്ച് വലുപ്പമുള്ള ഒരു മുഖമാണ് വരയ്ക്കുന്നതെങ്കിൽ നമുക്ക് 6 ഇഞ്ച് ആണ് ഒരു താലം എന്ന് നമുക്ക് കണക്കാക്കാം. ഇനി താലം എന്താണെന്ന് ഇപ്പോൾ മനസ്സിലായല്ലോ. ഇനി ഈ താലത്തിൽ നിന്ന് എങ്ങനെയാണ് അങ്കുലം ഉണ്ടാക്കുന്നത്? അതായത് അങ്കുലം ഈ താലത്തിൽ ഇപ്പം 12 ഇഞ്ചാണ് നമ്മുടെ ഒരു താലമെങ്കിൽ, നമ്മൾ വരയ്ക്കാൻ ഉദ്ദേശിക്കുന്ന ചിത്രത്തിൻ്റെ മുഖത്തിൻ്റെ നീളമെങ്കിൽ ഈ 12 ഇഞ്ചിനെ നമ്മൾ 12ആയി ഭാഗിക്കുകയാണെങ്കിൽ നമുക്കൊരു യൂണിറ്റ് കിട്ടും. അതാണ് ഒരു അങ്കുലമായിട്ട് നമ്മൾ കണക്കാക്കേണ്ടത്. ഇവിടെ 12 ഇഞ്ച് നമുക്ക് വളരെ എളുപ്പമാണ്. ഇതാണ് 12 ഇഞ്ച് എന്ന് പറഞ്ഞാൽ തന്നെ 12ആയിട്ട് നമ്മളിതിനെ ഭാഗിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു അങ്കുലം എന്ന് പറയുന്നത് 1 ഇഞ്ചാണ്. അപ്പോൾ നമ്മൾ ചില ആളുകൾ അപ്പോൾ 1 ഇഞ്ചാണല്ലേ ഒരു അങ്കുലം? അല്ല. ഇനി നമ്മൾ 6 ഇഞ്ചിലാണ് നമ്മളൊരു താലമായിട്ട് കണക്കാക്കുന്നത് എങ്കിൽ 1/2 ഇഞ്ചായിരിക്കും ഒരു അങ്കുലമായിട്ട് കണക്കാക്കുന്നത്. കാരണം ഈ 6 ഇഞ്ചിനെ നമ്മൾ 12ആയി ഭാഗിച്ചാൽ നമുക്ക് കിട്ടുന്ന ഒരു യൂണിറ്റ് എന്ന് പറയുന്നത് ഒരു അങ്കുലം എന്ന് പറയുന്നത് 1/2 ഇഞ്ചാണ്. ഇനി പോട്ടെ, നമ്മൾ 12 സെൻറ്റിമീറ്ററിലാണ് ഒരു താലം കണക്കാക്കുന്നതെങ്കിൽ 12 സെൻറ്റിമീറ്ററിനെ 12ആയി ഭാഗിച്ചാൽ കിട്ടുന്ന എത്രയാണ്? 1 സെൻറ്റിമീറ്റർ. അപ്പം ഒരു അങ്കുലം എന്ന് പറയുന്നത് 1 സെൻറ്റിമീറ്ററാണ്. ഇനി 6 സെൻറ്റിമീറ്ററാണ് നമ്മുടെ ഒരു താലമെങ്കിൽ, നമ്മൾ കണക്കാക്കുന്ന ഒരു താലമെങ്കിൽ 6 സെൻറ്റിമീറ്ററിനെ നമ്മൾ 12ആയി ഭാഗിച്ചു കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 1/2 സെൻറ്റിമീറ്റർ കിട്ടില്ലേ ഒരു യൂണിറ്റായിട്ട്? ആ 1/2 സെൻറ്റിമീറ്ററാണ് എന്ത് ഒരു അങ്കുലമായി കണക്കാക്കുന്നത്. ഇപ്പം അങ്കുലത്തെക്കുറിച്ചും അതുപോലെ താലത്തെക്കുറിച്ചുമുള്ള കൺഫ്യൂഷൻ എല്ലാവർക്കും മാറിയെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി നമ്മൾ ഓരോ ഡ്രോയിങ് ചെയ്യുമ്പോൾ ഞാൻ അങ്കുലത്തെക്കുറിച്ചും അതുപോലെ തന്നെ താലത്തെക്കുറിച്ചും പറഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ വരക്കുന്നതായിരിക്കും. ആ സമയത്ത് നമുക്ക് കുറച്ചും കൂടി ക്ലിയർ ആയിരിക്കും. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ, നമ്മളൊരിക്കലും ഒരു ചുമർചിത്രം ഫോട്ടോസ്റ്റാറ്റ് എടുത്തിട്ട് അത് ട്രേസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യാൻ നിൽക്കരുത്.
കാരണം അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഈ അളവുകളൊന്നും കൃത്യമായി മനസ്സിലാവില്ല, ആഭരണങ്ങൾ എന്താണെന്ന് പോലും മനസ്സിലാവില്ല, എന്തിനാണ് ഈ കൈ ഇങ്ങനെ വന്നതെന്ന് മനസ്സിലാവില്ല. ഇതിൻ്റെ ചില അടിസ്ഥാന പ്രമാണങ്ങളും ഇത് എന്തിനാണ് ഇങ്ങനെ വരച്ചതെന്നുള്ള കാര്യങ്ങൾ കൃത്യമായി പഴയ ആളുകൾ എഴുതി വെച്ചിട്ടുണ്ട് ചിത്രസൂത്രം പോലുള്ള പുസ്തകങ്ങളിൽ. അപ്പോൾ അത് നമ്മളൊന്ന് റെഫർ ചെയ്തിട്ട് സ്വന്തമായി വരയ്ക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഇത് പഠിച്ചിട്ട് ഇതിൻ്റെ അളവുകളൊക്കെ കൃത്യമായി പഠിച്ചിട്ട് അറിയുന്ന ആളുകളുടെ അടുത്ത് ചോദിച്ച് മനസ്സിലാക്കി പഠിച്ചിട്ട് വരയ്ക്കുകയാണെങ്കിൽ നമ്മുടെ ഈ പ്രസ്ഥാനം നിലനിൽക്കുകയും മുന്നോട്ട് പോവുകയും ചെയ്യും. അല്ലെങ്കിൽ വളരെ വികലമായിട്ടുള്ള ഒരു ചുമർചിത്രങ്ങളായിരിക്കും ഇനി വരുന്ന തലമുറക്ക് കാണാൻ സാധിക്കുക. അപ്പോൾ അതിനുള്ള ഒരു അവസരം നമ്മളായിട്ട് ഒരുക്കരുത്. നമ്മൾ എന്ത് ചെയ്യണം, ഈ കൃത്യമായ അളവുകളൊക്കെ മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് വരയ്ക്കുക. ഇത് ഒരു പ്രത്യേക വിഭാഗത്തിൻ്റെ അല്ലെങ്കിൽ ഒരു പ്രത്യേക ആളുകളുടെ കയ്യിലുള്ള ഒരു എന്തോ നമുക്ക് സാധാരണക്കാരനൊന്നും പറ്റാത്തൊരു സാധനമാണെന്നുള്ള തെറ്റിദ്ധാരണകളൊക്കെ മാറ്റുക. നമുക്ക് ഈ ഒരു അളവുകൾ കിട്ടുകയാണെങ്കിൽ കണ്ടംപററി ആയിട്ടുള്ള സമകാലീനമായ പ്രശ്നങ്ങൾ പോലും നമുക്ക് ഈ ഒരു ശൈലിയിൽ വരച്ചെടുക്കാൻ സാധിക്കും പ്രതിഭാശാലിയായ ഒരു ചിത്രകാരന്. അതുകൊണ്ട് താലമാനങ്ങളും അതുപോലെ ചുമർചിത്രകലയുടെ സാങ്കേതികമായ വശങ്ങളും പഠിച്ചതിന് ശേഷം ചുമർചിത്രങ്ങൾ വരയ്ക്കാൻ ശ്രമിക്കണം. അല്ലാതെ കോപ്പി അടിയോ അല്ലെങ്കിൽ ട്രേസിങ് മെത്തേഡോ പൂർണ്ണമായി നമ്മൾ അവഗണിക്കുകയും ഒഴിവാക്കുകയും ചെയ്യണം എന്നൊരു ചെറിയ അഭ്യർത്ഥന കൂടി ഞാനിവിടെ പറയാം. ഓക്കെ, താങ്ക് യു.